ഞാൻ പെട്ടെന്ന് എന്തോ തോന്നിയാ ദേഷ്യപ്പെട്ടത്. എനിക്കും പെട്ടെന്ന് ദേഷ്യം വന്നു. അല്ല, ദേഷ്യമല്ല, ചേച്ചിയോട് എനിക്കൊരിക്കലും ദേഷ്യം തോന്നില്ലല്ലോ. ചേച്ചി സൂപ്പർ അല്ലേ? ശരി, ഇന്ന് എന്തായാലും ഞാൻ എന്റെ അപ്പുക്കുട്ടന്റെ കൂടെ കിടക്കുന്നെ. സാരമില്ല, ചേച്ചി അമ്മയുടെ അടുത്ത് തന്നെ കിടന്നോ. ശരി, ഇന്ന് എന്തായാലും ഞാൻ ഇവിടെ കിടക്കാം. ഞാൻ വാതിലടച്ചിട്ട് വരാം. ആ, എന്നാ ശരി. നാളെ പ്രൊഡ്യൂസർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാം അല്ലേ? ഓ പിന്നെന്താ. അല്ല ഇതാരാ? വരൂ വരൂ. അച്ഛാ, ഞാനൊരു വീഡിയോ എടുത്തോട്ടെ? വീഡിയോയോ? എന്തിനാ മോളെ? എന്റെ ഒരു ഫ്രണ്ട്, അവക്ക് നമ്മുടെ വീട്ടിലെ എല്ലാരെയും കാണണമെന്ന്. ആണോ? എങ്കിൽ ആയിക്കോട്ടെ. അച്ഛാ, ആ കൂട്ടുകാർക്ക് ഒരു ഉമ്മ കൊടുക്കണം. ഹായ് മോളെ, മോക്കൊരു സമ്മാനം എന്ന് പറഞ്ഞ് ഒരു ഉമ്മ കൊടുക്കണം. ആ കുട്ടി അച്ഛന്റെ വലിയ ഫാനാ. ഓ റെഡി. അപ്പൊ തുടങ്ങാം ചേട്ടാ. സ്റ്റാർട്ട് ചെയ്താലോ? ആയിക്കോട്ടെ. അതിൽ എനിക്കൊരു റോളുണ്ടോ? ആ അങ്കിള് വേണോ? ഹായ്. ഇതാണ് എന്റെ അച്ഛൻ. ഇത് ഡയറക്ടർ ജെ വിശ്വനാഥൻ അങ്കിൾ. നിനക്ക് അച്ഛന് വലിയ ഇഷ്ടമായതുകൊണ്ട് അച്ഛൻ നിന്നോട് സംസാരിക്കും. ആദ്യം ജയനങ്കിൾ. ഹായ് മോളൂസേ, ഹാപ്പി ആണല്ലോ? നന്നായി പഠിക്കണം കേട്ടോ, നല്ല മിടുക്കിയാവണം. ബൈ. ഇനി അച്ഛൻ. ആ ഹായ് മോളെ, എന്തൊക്കെയുണ്ട് വിശേഷം? റിയയുടെ ഫ്രണ്ടാണല്ലേ? ഒരു ദിവസം ഇങ്ങോട്ട് വരണം, നമുക്ക് ഇവിടെ ഒത്തുകൂടാം. അച്ഛനെയും അമ്മയും ഒക്കെ കൂട്ടിക്കൊണ്ട് വരണം കേട്ടോ. ജയനങ്ങള് പറഞ്ഞ പോലെ നന്നായിട്ട് പഠിക്കണം. മോൾക്ക് എല്ലാവിധ ആശംസകളും. ഹാപ്പി ആയില്ലേ? അപ്പൊ ഓക്കെ അച്ഛാ, താങ്ക് യു. മോള് നല്ല ഹാപ്പിയിലാണ് കേട്ടോ. അപ്പൊ പിന്നെ നമുക്ക് ഇവിടെ ഈ പോർഷൻ ഒന്നും പറഞ്ഞില്ലല്ലോ. അത് ക്ലിയർ ആവാനുണ്ട്. ഹലോ ദിയ. ആ റിയേ, നീ പറഞ്ഞ പോലെ അച്ഛന്റെ വീഡിയോ എടുത്ത് ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. ആ ശരി, ഞാൻ നോക്കാം. ഫ്രണ്ടാണല്ലേ? ഒരു ദിവസം ഇങ്ങോട്ട് വരണം, നമുക്ക് ഇവിടെ ഒത്തുകൂടാം. അച്ഛനെയും അമ്മയും ഒക്കെ കൂട്ടിക്കൊണ്ട് വരണം കേട്ടോ. എന്തോ രഹസ്യങ്ങളുണ്ട്, അത് ഉറപ്പാ.
ഇപ്പൊ ധൃതി വെക്കണ്ട, വിശദമായിട്ട് നാളെ പരിശോധിക്കാം. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ കണ്ട് പിടിക്കും. താങ്ക് യു അച്ഛാ. ചേച്ചി ഇവിടെ ഇല്ലായിരുന്നോ? ഞാന് വെള്ളം കുടിക്കാൻ പോയിരുന്നു അപ്പു. വെള്ളം കുടിക്കും. എന്താ അപ്പു? ഏയ്, ദാഹിക്കുമ്പോ വെള്ളം കുടിക്കണോന്ന് പറയുമായിരുന്നു. ചേച്ചി ഇനി ഹാളിലേക്ക് പോകുന്നില്ലേ? ഇല്ലപ്പോ. അങ്ങനെയാണെങ്കിലേ ആ ഹോളിലെ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തേക്ക്. അടുത്ത മാസത്തെ കറണ്ട് ബില്ല് കുറച്ചുകൂടെ സേവ് ചെയ്യണം. ഞങ്ങളുടെ വീട്ടിലേക്ക് 12 മണി വരെ ലൈറ്റ് ഇട്ടേക്കും. ആരുടെ വീട്ടില്? അല്ല, ഞാനൊന്ന് പോയില്ലേ ക്യാമ്പില്, അവിടെ 12 മണി വരെ ലൈറ്റ് ഒക്കെ ഇട്ടേക്കൂന്ന്. നീ എന്താ സൂക്ഷിച്ചു നോക്കുന്ന? ഏയ്, ഒന്നുമില്ല. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടക്കാൻ പോവാ. ചേച്ചി എന്തൊക്കെയാ പറയുന്നത്? ഉറപ്പാ ഇത് വേറെ ചേച്ചിയാ. ഈ ചേച്ചി ദിയ ചേച്ചി അല്ല. എവിടെയോ എന്തോ സംഭവിച്ചു. ജീവസാറെ, കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം. കിടന്നുറങ്ങാൻ പോ. അച്ഛമ്മയുടെ കൂടെ കിടന്ന അമ്മയും അച്ഛനും പിരിഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് എന്തേലും അറിയാൻ പറ്റുമായിരുന്നു. പക്ഷെ അച്ഛൻ്റെ അടുത്ത് നിന്ന് മാറി കിടക്കാനും തോന്നില്ല. അച്ഛാ, ഞാൻ അച്ഛമ്മയുടെ കൂടെ കിടന്നോട്ടെ? അച്ഛമ്മയുടെ കൂടെയോ? അത് അതിശയാണല്ലോ. എന്തായാലും അച്ഛനത് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാ. അപ്പൊ അച്ഛനെ കൈവിട്ടല്ലേ? ശരി, ആയിക്കോട്ടെ. അയ്യോ അച്ഛാ, അങ്ങനെയല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. വേണ്ട, ഞാൻ പോകുന്നില്ല. ഇയാൾക്ക് എന്താ പറ്റിയത്? മുമ്പ് ഏത് കോമഡിയും കോമഡിയായിട്ട് എടുത്തോണ്ടിരുന്ന ആള് ഇപ്പൊ കോമഡിയും സീരിയസ് ആക്കാണല്ലോ. ഞാൻ തമാശ പറഞ്ഞതാ അച്ഛാ, ഞാൻ അച്ഛമ്മയുടെ അടുത്ത് പോവാന്ന്.
എന്തായാലും മൊത്തം ഒരു കള്ളത്തരമുണ്ട് കേട്ടോ. കള്ളത്തരോ? എന്ത് കള്ളത്തരം? കള്ളത്തരം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ദാ ഈ അമ്പരന്ന അമ്പരപ്പില്ലേ, അത് തന്നെ ഒരു കൊച്ചു കള്ളത്തരവാ. ഓ അങ്ങനെ. അതൊക്കെ പോട്ടെ, ഇന്ന് വീഡിയോ അയച്ച ഫ്രണ്ടിന്റെ റിപ്ലൈ വന്നോ? ഇല്ല, നാളെ വരും. ആ, വരുമ്പോ എന്നെ കാണിക്കണം. എന്നാ മോൾ അച്ഛമ്മയുടെ കൂടെ പോയി കിടന്നോ. ശരി അച്ഛാ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഏ എങ്ങോട്ടാ മോളെ? ഇന്ന് അച്ഛമ്മയുടെ കൂടെയാ കിടക്കുന്നത്. എങ്ങനെ? ഇന്ന് അച്ഛമ്മയുടെ കൂടെയാ കിടക്കുന്നെന്ന്. ഇതുവരെ അങ്ങനെ കിടന്നിട്ടില്ലല്ലോ. അതിനെന്താ, ഞാൻ കിടക്കാൻ പോവാ. മോളെ, അങ്കിൾ ആകെ അസ്വസ്ഥനാ മോളെ. മോൾ അങ്കിളിനോട് സത്യം പറ. കഴിഞ്ഞ ജന്മത്തിൽ മോൾ ആരായിരുന്നു? എന്നാണ് സത്യം? എന്റെ അമ്മയാണ് സത്യം. ഞാൻ ആരോടും പറയില്ല, സത്യമായിട്ട് പറയില്ല. എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിച്ചേ പറ്റൂ. അങ്കിളെ എന്നെ സംശയിച്ച് എന്നെ പുറകെ നടക്കുകയാണെന്ന് എനിക്കറിയാം. അതെ മോളെ, എനിക്ക് മാത്രമേ മോളുടെ വ്യത്യാസം പിടികിട്ടിട്ടുള്ളൂ. ഞാൻ എല്ലാം പറയാം, പക്ഷെ അങ്കിളാരോടും പോയി പറയരുത്. ഇല്ല, ഞാൻ ആരോടും പറയില്ല മോളെ. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ കൃഷിയൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. അച്ഛനെ പിരിഞ്ഞ് താമസിച്ച കുട്ടി. ക്യാമ്പിൽ വെച്ച് കഴിഞ്ഞ ജന്മത്തിലെ കുട്ടിയുടെ ആത്മാവ് വന്ന് എന്റെ ദേഹത്ത് കയറി. സത്യം. ചുമ്മാ മോള് വെറുതെ പറയല്ലേ. അല്ല, എന്റെ ഉള്ളിലെ വേറൊരു കുട്ടിയുടെ ആത്മാവാ. യഥാർത്ഥത്തിലെ ഞാൻ റിയ അല്ല, മറ്റേ കുട്ടി, കൃഷിക്കാരി കുട്ടി, അച്ഛനെ പിരിഞ്ഞ് താമസിച്ച കുട്ടി. ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടോ? മോളെ വേണ്ട, മോളെ ഒന്നും അറിയണ്ട. വേണ്ട മോളെ, വേണ്ട. അങ്കിളുടെ മോളെ കുറിച്ച് ഒന്നുമേ അറിയണ്ട. അങ്കിള് പേടിക്കണ്ട, ഞാൻ ഉപദ്രവിക്കില്ല. എന്റെ ഉള്ളിലെ കുട്ടി പാവം കുട്ടിയാ. എനിക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു. ഞാനിത് ആരോട് പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല. ഇനി ആരോടും പറയാൻ നിൽക്കണ്ട. ഇനി എന്നെ കുറിച്ച് എന്തെങ്കിലും സംശയം ആരോടെങ്കിലും പറഞ്ഞ ഇല്ല, ഞാൻ ഒന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. എന്നിട്ട് വേണ്ടേ പറയാൻ. ശരി. ഇതോടെ പോയി. കേട്ടോടി, നമ്മുടെ മാധവൻപിള്ള ഞാൻ കണ്ടിരുന്നു. മാധവൻപിള്ളയോ? ഏത് മാധവൻപിള്ള? നമ്മുടെ പഞ്ചാര മാധവൻപിള്ള. സ്കൂള് വിട്ട് വരുമ്പോ നിന്നെ കാത്ത് കലങ്ങിന്റെ അടുത്ത് നിൽക്കുന്ന മാധവൻപിള്ള, പഞ്ചാര മാധവൻപിള്ള. ഓ, അങ്ങേര്. അങ്ങേര് തന്നെ. അങ്ങേരക്ക് ഇപ്പോഴും പഞ്ചാരയാ. ആ, ഷുഗർ, അതിന്റെ ചികിത്സയില്ല. ഓ, പണ്ട് നിന്നെ കാണുമ്പോ അയാളുടെ ഒരു വെപ്രാളം കാണണമായിരുന്നു. ഓ, നീ ഒന്നും ഉണ്ടായിരിക്കും. ഇതൊക്കെയാണോ പറയുന്നോ? എടി, ഒരു പ്രായം കഴിഞ്ഞാ ഇതൊക്കെ വേണം പറയാൻ. ആഹാ, ഇതാരാ? വാ വാ. അച്ഛമ്മയും അമ്മൂമ്മയും കൂടെ പഴയ കഥകൾ പറഞ്ഞിരിക്കുകയായിരുന്നു. നൊസ്റ്റാൾജിയ. മോള് വാ. വാ വാ, ഇവിടെ ഇരിക്ക. നിന്റെ കൂടെ കിടക്കാനാ വന്നതെന്ന് തോന്നുന്നു. ഇവിടെ ഞാനുള്ളത് ഇവിടെ ഓർത്തില്ല. എന്നെ കണ്ടപ്പോ എന്തോ ഒരു മടി. അയ്യോ, അങ്ങനെയൊന്നുമല്ല. മോളിവിടെ കിടക്കാനാണോ വന്നത്? ആ,
ഇത്രയും ദിവസം ഞാൻ അടുത്തില്ലാത്തന്റെ വിഷമം തീർക്കുവല്ലേ? അച്ഛമ്മയ്ക്ക് സന്തോഷമായി. എനിക്കും സന്തോഷമായി. വർത്താനം പറയാൻ ഒരാൾ കൂടെ ആയല്ലോ. 3 പേരെങ്കിലും വേണം കുറഞ്ഞത് സംസാരിക്കാൻ. ഇനി സംസാരമൊക്കെ നാളെ നമുക്ക് കിടക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, 3 പേർക്കൂടെ താഴെ അങ്ങ് വിരിച്ചു കിടക്കാം. വേണ്ട വേണ്ട, അച്ഛമ്മയും മോളും കൂടെ കട്ടിലിൽ കിടന്നോ, ഞാൻ ദേ തറയിൽ കിടന്നോളാം. താഴെ കിടന്ന പിന്നെ അവിടെ നിന്ന് താഴോട്ട് പോകുമെന്ന് പേടിക്കണ്ടല്ലോ. അയ്യോ വേണ്ട, എങ്കി ഞാനവിടെ അച്ഛൻ്റെ അടുത്ത് തന്നെ കിടന്നോളാം. വേണ്ട മോളെ, മോള് കട്ടിലിൽ കിടന്നോ. പിന്നെ ഈ അമ്മൂമ്മയ്ക്ക് വിശാലമായിട്ടങ്ങ് കിടക്കണം, അതാ. നീ കിടക്ക്. കിടക്കാം. അച്ഛമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോ നല്ല സുഖമാ. ഇങ്ങനെയൊന്നും പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. മോളെന്താ പറഞ്ഞത്? ഇങ്ങനെയൊക്കെ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ലെന്നോ? അല്ല, എന്നുവെച്ചാ ഞാൻ സാധാരണ അച്ഛന്റെ കൂടെ അല്ലേ കിടക്കാറ്, അതുകൊണ്ട് പറഞ്ഞ. അച്ഛമ്മ ഒന്ന് ചോദിക്കട്ടെ, ഈ കുസൃതിയൊക്കെ എന്താ പെട്ടെന്നങ്ങ് കുറഞ്ഞു പോയത്? കുറച്ച് വാചകോടിയൊക്കെ വേണം. ശരി, ഇനി വാചകം അടിച്ചോളാം. അച്ഛമ്മേ. എന്താ മോളെ? അച്ഛനും അമ്മയും ഒരുമിച്ചാവോ അച്ഛമ്മേ? അച്ഛമ്മേ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ മോളെ, എങ്ങനെയും അവരെ തമ്മിൽ ഒന്നിപ്പിക്കണം. അതാ അച്ഛമ്മയുടെ ആഗ്രഹം. അതാ അച്ഛമ്മയുടെ അവസാനത്തെ ആഗ്രഹം. എന്തോന്ന് അവസാനത്തെ ആഗ്രഹോ? അതായിരിക്കണം ആദ്യത്തെ ആഗ്രഹം. അയ്യോ, അമ്മൂമ്മ ഉറങ്ങിയില്ലേ? നീ ഉറങ്ങിയില്ലയോ തങ്കം? ഉറങ്ങുന്നതും ഉറങ്ങാത്തതും അല്ല ഇവിടെ വിഷയം. മോള് ചോദിച്ചതിന് ഉത്തരം പറ. അത് കേട്ട് എന്റെ ഹൃദയം തന്നെ പൊടിഞ്ഞുപോയി. തങ്കം ഒന്ന് പതുക്കെ. എന്തോന്നിന് പതുക്കുന്നത്? ഉറക്കെ പറയേണ്ടതും ഉറക്കെ ചോദിക്കേണ്ടതും ഉറക്കെ തന്നെ ചെയ്യണം. ഇങ്ങനെ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കാതെ പതുക്കുന്നത് കൊണ്ടാ കുഞ്ഞുങ്ങൾ ഇങ്ങനെ മനപ്രയാസപ്പെട്ട് കഴിയേണ്ടി വരുന്നത്. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടാ. ഞാൻ ഇപ്പൊ തന്നെ ചോദിക്കാം സൂപ്പർ സ്റ്റാറിനോട്, സ്വന്തം കുഞ്ഞുങ്ങളെ കരയിപ്പിച്ചിട്ട് നാട്ടുകാരുടെ കയ്യടി വാങ്ങിച്ചിട്ട് എന്താ കാര്യമെന്ന്. ഇതിനൊക്കെ പരിഹാരം കാണണം വിജയം. അയ്യോ വേണ്ട മമ്മി, പ്രശ്നമാവും. തങ്കം കിടക്ക്. ഒക്കെ വേണ്ട രീതിയിൽ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. പിന്നെ ഇത്രയും വർഷമായിട്ടും കൈകാര്യം ചെയ്യാത്ത ആളാണ് ഇനിയിപ്പൊ കൈകാര്യം ചെയ്യാൻ പോണത്. നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും കുഴപ്പക്കാരാവുന്നെങ്കിൽ അതിനൊരു പരിധിവരെ കാരണം അച്ഛനമ്മമാരാ. എന്തരാ ഒരു ഇംഗ്ലീഷ് വാക്കുണ്ടല്ലോ, ഈഗോ. കള്ളന്മാരെയും കൊള്ളക്കാരെയും പിടിച്ച് ജയിലിലിടുമല്ലോ, അതുപോലെ ഈ ഈഗോക്കാരെയും പിടിച്ച് ജയിലിലിടണം. മോള് സമാധാനമായിട്ടിരിക്കേ. ഈ 2 അച്ഛമ്മമാരും കൂടെ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കി തരാം. സത്യാണോ? സത്യാ മോളെ. മോളുടെ തലയിൽ തൊട്ടല്ല, എന്റെ മനസ്സിൽ തൊട്ട സത്യം ചെയ്യുന്നത്. ഞങ്ങൾ ശ്രമിക്കും, 100% ശ്രമിക്കും. ഞങ്ങളുടെ ശ്രമവും മോളുടെ പ്രാർത്ഥനയും കൂടെ ആവുമ്പോ ഒക്കെ ശരിയാവും. എനിക്കിപ്പൊ സന്തോഷായി. മോള് സന്തോഷമായിട്ടിരിക്കും. ഈ 2 അച്ഛമ്മമാരും കൂടി ഒരിറക്കം അങ്ങ് ഇറങ്ങും. ഞങ്ങളുടെ മുടി നരച്ചിരിക്കുന്നതും തൊലി ചുളുങ്ങിയിരിക്കുന്നതൊന്നും മോള് കാര്യമാക്കണ്ട. ഈ മനസ്സുണ്ടല്ലോ, ഉരുക്ക്. സത്യത്തിൽ ഈ ഗവൺമെന്റ് ആദ്യം ചെയ്യേണ്ടത് ഷഷ്ടിപൂർത്തി, സപ്തതി ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ നിരോധിക്കണം. ഇതൊക്കെയാ മനുഷ്യന്മാരെ വയസ്സാക്കി കളയുന്നത്. കൊച്ചുമക്കളെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരാനും സ്കൂളിൽ കൊണ്ടാക്കാനുമുള്ള റോബോട്ടുകളായിട്ടാ ഇവിടെ അപ്പൂപ്പനെയും അമ്മൂമ്മയും കണ്ടേക്കുന്നത്. എനിക്ക് അധികാരം കിട്ടണം, അന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. ഓ ശരി ശരി, ഏതായാലും കിടക്ക്. എന്റെ വിച്ചുമോനിതൊന്നറിയണം. അച്ഛനമ്മമാര് കാരണം ഇവിടെ ഒരു മോള് വിഷമിക്കുന്നു. അപ്പൊ പറന്നിങ്ങി വരും. അതാരാ ബിച്ചുമോൻ? പിച്ചുക്കുട്ടൻ എന്റെ മോനാ, കാനഡയിലാ. മോൻ വരുന്നതിന് മുമ്പേ നമുക്കൊക്കെ മംഗളമാക്കാം. എനിക്കിപ്പോ വലിയ സന്തോഷായി. എനിക്കിപ്പോ 2 അച്ഛമ്മമാരുണ്ടല്ലോ. തങ്കം കിടക്ക്. നേരെ എത്ര ആയെന്നോ?
മോളും കിടക്ക്. വാ കിടക്ക്. അച്ഛാ, നിങ്ങളിങ്ങനെ അകന്നിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ എന്തുമാത്രം പ്രയാസപ്പെടുന്നുണ്ടെന്ന് അറിയാമോ? പ്ലീസ് അച്ഛാ, ദേഷ്യമൊക്കെ മാറ്റണം. ഇവിടെ വന്നപ്പോഴാ മനസ്സിലായി, അച്ഛനെ പോലെ തന്നെ അമ്മയും പാവോ. എന്തിനാ അകന്നിരിക്കുന്നെ? എങ്ങനെ അകന്നിരിക്കാൻ തോന്നുന്നത്? എന്തായാലും രണ്ടുപേരുടെയും പിണക്കം ഞാൻ എന്റെയും കൂടി മാറ്റും. എന്നിട്ട് ഞങ്ങളുടെ സന്തോഷത്തിന് അച്ഛന്റെ പിണക്കം മാറ്റിയതായിട്ട് കരുതി അച്ഛന്റെ ഒരു ഉമ്മ ഞാൻ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാൻ പോവാ. ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ. എന്തൊക്കെയാ നടക്കുന്നത്? ചേച്ചി എവിടെ പോയതായിരിക്കും?